കസ്റ്റമൈസ് ചെയ്ത് അക്വേറിയം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പോണ്ട് ഫിൽട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ എല്ലാ ടൈപ്പ് ഫിൽട്രേഷൻ സെറ്റിങ്സും കസ്റ്റമൈസ് ചെയ്ത് അക്വേറിയം എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ കടയിൽ നോക്കുന്നത് മുനീറാണ്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുനീർ പറയും. ഇത് പുറത്താണല്ലോ ഈ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന സ്ഥലമാണല്ലോ, നല്ല വെള്ളം നല്ല ക്ലിയർ ആണ്. അത് പറഞ്ഞാൽ നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിൽട്രേഷൻ്റെ ഇതാണ്. കാരണം ഇതിൽ UV ഉണ്ട്, പിന്നെ ഇത് ഒരു ബയോ ഫിൽറ്ററും പാടാണ്. കാരണം പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇതിലുള്ളൊരു ബെനിഫിറ്റ് പറഞ്ഞാൽ ഈസി ആയിട്ട് പിന്നെ എന്ത് ചെയ്യുക, ബാക്ക് വാഷ് ചെയ്യാം. കാരണം ഇതിൽ ബാക്ക് വാഷ് ഇത് പിന്നെ പമ്പ് ഓണാക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ടൊരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെടിക്കോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം നമ്മൾ ഇത് നേരെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിലുള്ള പിന്നെ വേസ്റ്റ് ഫുള്ളായിട്ട് പുറത്ത് ഡ്രെയിനായി പോകും. കാരണം നമ്മൾ മറ്റുള്ള ഫിൽറ്ററൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മളതെടുത്ത് കഴിച്ച് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിങ്ങനെ കാരണം 15 ഡേയ്സിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആൽഗെ ഫ്രീ ആവും ടാങ്ക്. കാരണം ഇത് കാരണം UV ഉണ്ട്, അത് UV ഉള്ളതുകൊണ്ടാണ് ഇത് ആൽഗെ ഫ്രീ ആയിട്ട് വരുന്നത്. കാരണം വെള്ളം എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് അതിലോട്ട് കയറുന്നത്. ഇതിൻ്റെ ഫിൽറ്റർ പിന്നെ നമ്മളെ വാട്ടർ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്രയാണ് വെള്ളം ഉള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇത് ടാങ്കിലും ആൽഗെ വരില്ല. നമ്മൾ പുറത്തെ പോണ്ടിൽ ഉപയോഗിക്കാം. മെയിനായിട്ട് ഇത് പോണ്ട് ഫിൽറ്ററാണ്. നമ്മൾ പോണ്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പോണ്ടിൽ നമ്മൾ സാധാരണ എല്ലാവർക്കും ഒരു വെള്ള വിഷയമാണ്, പിന്നെ വെള്ളം ഗ്രീൻ ആവുക. കാരണം അത് ആൽഗെ ഫോം ആകുമ്പോഴാണ് വെള്ളം ഗ്രീൻ ആയിട്ട് വരിക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അഡീഷണൽ UV ഫിറ്റ് ചെയ്യുക. അതേമാതിരി പോണ്ടുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അക്വേറിയം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങളെ സൈസിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ടാങ്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ വിളിക്കണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്നും ഔട്ടും വെള്ളത്തിൻ്റെ പൈപ്പ് ഇടുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ അതിൽ ടാങ്കിൽ പിന്നെ വേസ്റ്റ് അടിഞ്ഞു കൂടി കിടക്കും. അതിനനുസരിച്ചുള്ളത് നമ്മൾ ചെയ്യണം. അതെങ്ങനെ വേണമെങ്കിലും പിന്നെ നിങ്ങൾക്ക് ചെയ്യാം. ടാങ്കിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ ഫിൽറ്ററും ചെയ്ത് കൊടുക്കും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാക്കി കൊടുക്കും. അതേപോലെ തന്നെ അക്വേറിയത്തിൽ നമുക്ക് സമ്പ് ഫിൽട്രേഷനും ചെയ്യാം. അത് ഓരോ ടാങ്കിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് എത്ര സൈസിൽ വേണിച്ചാലും നമുക്ക് ടാങ്ക് ചെയ്യാം. 10 അടിയോ 12 അടിയോ നമുക്ക് ഏത് സൈസ് വേണമെങ്കിലോ അതിനനുസരിച്ച് നല്ല ഇതേപോലെ തന്നെ നിങ്ങൾ ടാങ്കിൻ്റെ നോക്കിയാൽ അറിയാം. കാരണം ഇത്രയും ഫിഷ് ഉണ്ടായിട്ടും ഡെൻസിറ്റിയിൽ ഫിഷ് ഇട്ടിട്ടും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെള്ളം നിൽക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഫിൽട്രേഷൻ്റെ പിന്നെ ബെനിഫിറ്റ് ഇതാണ്.